Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് യൂനുസിലെ 18ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. വയഅ്ബുദൂന അവർ ആരാധിക്കുന്നു മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ മാ ലാ യദുർറുഹും അവർക്ക് ഒരു ദോഷവും വരുത്താത്തവയെ വലാ യൻഫഉഹും അവർക്കൊരു ഗുണവും ചെയ്യാത്തതിനെയും. വയഖൂലൂന എന്നിട്ടവർ പറയും ഹഉലാഇ ഇവർ ശുഫഅഉന ഞങ്ങൾക്ക് ശുപാർശകരാണ് ഇൻദല്ലാഹ് അല്ലാഹുവിൻ്റെ അടുത്ത്. ഖുൽ നബിയെ അങ്ങ് ചോദിക്കുക അതുനബ്ബിഊനല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ അറിയിക്കുകയാണോ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലും അവൻ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അവനെ അറിയിക്കുകയാണോ? സുബ്ഹാനഹു വ തആല അവൻ അതീവ പരിശുദ്ധനത്രേ അത്യുന്നതനും. അമ്മാ യുശ്രികൂൻ അവർ പങ്കാളികളാക്കുന്നതിൽ നിന്ന് എന്ന് വിളക്കം പറയും. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ അവർ ഇബാദത്ത് ചെയ്യുന്നവർ ആരാധിക്കുന്നു മാ ലാ യദുർറുഹും അവർക്കൊരു ദോഷവും വരുത്താത്തവർക്ക് വലാ യൻഫഉഹും ഒരു പ്രയോജനം ചെയ്യാത്തവർക്ക്. വയഖൂലൂന എന്നിട്ട് അവർ അതിനെ ന്യായീകരിക്കുന്നു ഹഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ് ഇവരൊക്കെയും ഞങ്ങൾക്ക് അല്ലാഹുവിങ്കലുള്ള ശുപാർശകരാണ്. ഖുൽ നബി അങ്ങ് അവരോട് ചോദിക്കണം അതുനബ്ബിഊനല്ലാഹ മാ ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലും അല്ലാഹ്ക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അവനെ അറിയിക്കുകയാണോ? സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധനത്രേ അത്യുന്നതനും. അമ്മാ യുശ്രികൂൻ അവർ പങ്കാളികളെ ഉണ്ടാക്കുന്നതിൽ നിന്ന്. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം ആരോപിക്കുക അതിനെ സംബന്ധിച്ച് പരാമർശിച്ചു. ഫമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുന്നതിനേക്കാൾ കടുത്ത അക്രമി ആരാണ്? അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുന്നതിൻ്റെ ഏറ്റവും ഗുരുതരമായൊരു രൂപമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുക. അള്ളാഹു ഉണ്ട്, അല്ലെങ്കിൽ പരമേശ്വരനുണ്ട്, സർവേശ്വരനുണ്ട്, ഒരു ദൈവമുണ്ട്, ഒക്കെ അവർക്കറിയാം, അവരംഗീകരിക്കുകയും ചെയ്യും. എന്നാലും ആ ദൈവത്തിന് ആകാശങ്ങളിലും ഭൂമിയിലുമായി ഒരുപാട് സഹായികളുണ്ട്. ദൈവത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ആകാശത്തുള്ള വ്യക്തികളെയോ ശക്തികളെയോ ഒരുപാട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെയോ ഒക്കെ ആരാധ്യരാക്കുക, അതിൻ്റെ മുമ്പിൽ നേർച്ച നടത്തുക. അത് മുസ്ലിം വിഭാഗത്തിലുണ്ടല്ലോ. ഈ ഖബറാരാധന എന്ന് നമ്മൾ പറയുന്ന കടുത്ത തെറ്റ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹ് പൊരുത്തപ്പെടാത്ത ബഹുദൈവാരാധകരിലും ഉണ്ട്. അപ്പോൾ അവർ ഏറ്റവും കടുത്ത കള്ളം ആരോപിക്കുന്നത് അള്ളാഹുവിൻ്റെ നേരെ തന്നെ. അള്ളാഹു ഉണ്ട് ശരി, എന്നാൽ അതോടൊപ്പം ഇവരൊക്കെ പിന്നെന്തിനാ ഈ മൺപ്രതിമയും മരപ്രതിമയും ലോഹങ്ങളുടെ പ്രതിമയും മരിച്ചുപോയ മഹാന്മാരും ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളും വരെ നിങ്ങൾ ആരാധ്യരായി സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപരാധം. അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിക്കുന്ന വലിയ കുറ്റവും തെറ്റും അപരാധവുമാണത്. അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും ഒരു ദോഷവും വരുത്താൻ സാധ്യമല്ലാത്ത ആ ദൈവത്തിനെ
പൂജിച്ചാലും പൂജിച്ചിട്ടില്ലെങ്കിലും അവക്കൊന്നും ഒരു കഴിവും ഒരു ശേഷിയില്ല. ഗുണം ചെയ്യണം അല്ലെങ്കിൽ ദോഷമുണ്ടാകണം. വല യൻഫഅഹും, ഒരു ഗുണം അവർ ചെയ്യൂല, ഒരു പ്രയോജനമില്ല. അങ്ങനെയുള്ള ബഹുദൈവത്വം സ്വീകരിച്ച ആളുകളെ ആക്ഷേപിക്കണം. അപ്പോൾ ഇതാണ് അള്ളാഹുവിൻ്റെ മേൽ അവർ കള്ളമുണ്ടാക്കി പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും ഗുരുതരമായ ഉദാഹരണം. വയഅ്ബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ അവർ അവർ ആരാധിക്കുന്നു മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ഏകദേശം സമാനമായിട്ട് നമ്മൾ ഈ ആയത്ത് സൂറത്തു മായിദയിൽ സമാനമായി വന്നിട്ടുണ്ട്. സൂറത്ത് മറിയമിൽ വരുന്നുണ്ട്. സൂറത്ത് മായിദയിൽ വന്നത് ഖുൽ അതഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്അൻ. ഒരു ഗുണവും ദോഷവും ചെയ്യാത്തവക്കാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ അവരെന്നിട്ട് പറയും ഒരു ദൈവമുണ്ട്, ദൈവത്തിൻ്റെ സഹായികളാണ് ഇവരൊക്കെയും. അപ്പോൾ അവർക്ക് ഗുണമില്ല, അതുകൊണ്ട് ദോഷമില്ല. ദൈവങ്ങളെ ആരാധിച്ചാലും കുഴപ്പമില്ല, ആരാധിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അവരെ പ്രസാദിപ്പിച്ചിട്ടും കാര്യമല്ല, പ്രസാദിപ്പിക്കാതെ ഇരുന്നിട്ട് ദോഷമൊന്നുമില്ല. അതാണ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. പിന്നെ അതിൻ്റെ ഗുണവും ദോഷം ചെയ്യൂല എന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ അവരതിന് ന്യായം പറയുന്നത് ബഹുദൈവത്വത്തിൻ്റെ കൊള്ളത്തരം സൂചിപ്പിച്ചതിന് ശേഷം അവർ ആ ബഹുദൈവ വിശ്വാസത്തെ ന്യായീകരിക്കും. ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശകരാണെന്ന്. അത് വിശദീകരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായിട്ട് ഇവരെ സ്വീകരിക്കുകയും എന്നിട്ട് അള്ളാഹു ഇവരുടെ അഭിപ്രായവും വർത്തമാനം കേട്ട് നമ്മളെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്യും എന്നൊരു ധാരണ അവരിലുണ്ടായിരുന്നു. എന്നാൽ ഖുർആൻ പല സൂക്തങ്ങളിലൂടെ അത് നിഷേധിച്ചിട്ടുണ്ട്. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ആരും അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുകയില്ല. സൂറത്തു നബഇൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ ഫഖാല സവാബ. അവർക്ക് സംസാരിക്കാൻ പോലും അവകാശം ഉണ്ടാവില്ല. ഈ ശുപാർശ ഞങ്ങൾക്ക് ശുപാർശ ചെയ്തവർ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ ആളുകൾക്ക്. ഇപ്പോൾ യഖൂലു, ഇത് സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത്. സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്തിൽ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കൊരു സാമീപ്യം കിട്ടാൻ വേണ്ടി, അവൻ്റെ അടുക്കൽ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി, അങ്ങനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് അവർ പറയും. വയഖൂലൂന ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഷാഫിഈ എന്നുള്ളതിൻ്റെ ബഹുവചനമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ്, അവൻ അത്യുന്നതനുമാകുന്നു. ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല. ഈ ഷഫാഅത്ത് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അനുവദിക്കുന്ന ഒരു ഷഫാഅത്ത് ഉണ്ട്. നമ്മൾ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ അത് അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്. അതിന് പുറമെ ആർക്കെങ്കിലും എന്തെങ്കിലും പരലോകത്ത് ശുപാർശ ചെയ്യാൻ അള്ളാഹു തആല അനുമതി കൊടുത്താൽ, ഇന്ന ആൾക്ക് ശുപാർശ ചെയ്യാം, അത് ഇന്ന ആൾക്ക് വേണ്ടിയേ പറ്റൂ, ഇത് അള്ളാഹു തആല അനുമതി കൊടുത്തെങ്കിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അത് വെച്ചിട്ട് അങ്ങനെ ഒരു അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അത് ഇന്നയാളായിരിക്കും, ഇന്ന ഔലിയായിരിക്കും, ഇന്ന മഖ്ബറയിൽ അന്തി ഉറങ്ങുന്ന മഹാനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിന് ന്യായീകരിക്കുന്ന ആളുകൾ വലിയ അബദ്ധമാണ് ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന് അറിയില്ലേ ആകാശഭൂമികളിൽ ഇങ്ങനെ കുറേ സഹായികൾ ഇരിക്കുന്നു എന്നുള്ളത്? ഇവരാരോപിക്കണം. അപ്പോൾ അള്ളാഹ് അതിനെ പരിഹസിച്ചുകൊണ്ടും അവരെ ആക്ഷേപിച്ചുകൊണ്ടുമാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. ഖുൽ അതുനബ്ബിഊനല്ലാഹ മാ ലാ യഅലമു ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരുണ്ടെന്ന്, ദൈവത്തിൻ്റെ സഹായികളുണ്ടെന്നും ഉപദൈവങ്ങളുണ്ടെന്ന് നിങ്ങൾ അള്ളാഹിനെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുനബ്ബിഊനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അള്ളാഹുവിനെ അറിയിക്കുകയാണ്. അപ്പോൾ അത് മഹാവിഡ്ഢിത്തമാണ്, വലിയ കുറ്റമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുന്നത്. അതുനബ്ബിഊനല്ലാഹ, നബഅ വാർത്ത, നബഅ വാർത്ത അറിയിച്ചു, തുനബ്ബിഉ അറിയിക്കുന്നു. അതുനബ്ബിഊന, നിങ്ങളെല്ലാവരും കൂടെ അറിയിക്കുകയാണ് അള്ളാഹുവിനെ. ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ അവൻ അറിയാത്ത കാര്യം. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഒരുപാട് വിശദീകരിക്കുന്ന ശുപാർശയെ സംബന്ധിച്ച് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ, സൂറത്തു സജ്ദ നജ്മിൽ വന്നിട്ടുണ്ട്, സൂറത്തു ഫുർഖാനിൽ വന്നിട്ടുണ്ട്, മാഇദ, മറിയം, അൽ ഖൗഫ്, ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇവരൊക്കെ ഞങ്ങളെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തുമെന്ന അബദ്ധധാരണയെ അള്ളാഹു തആല
പല പദങ്ങൾ ഉപയോഗിച്ച് തിരുത്തുന്നുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ഒരു തരത്തിലും അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ ഇബാദത്തായി മാറുകയോ ചെയ്യുന്ന ഒരമലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ തല കുനിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം നമുക്ക് അറിയുന്നതാണ്. ഇത് അള്ളാഹു തആല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ ആവാത്തവയെ അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധ്യരായി സ്വീകരിക്കുന്നു. വയഖൂലൂന, എന്നിട്ട് അവർ അതിനെ ന്യായീകരിക്കും, ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെയും അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും എന്ന്. ഖുൽ നബി, അങ്ങ് അവരോട് ചോദിക്കണം, അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അള്ളാഹുവിനെ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാനഹു വ തആല, അവൻ പരിശുദ്ധനത്രേ, അത്യുന്നതനുമത്രേ. അമ്മാ യുശ്രികൂൻ, ഇവർ ഈ പങ്കാളികളെ വരിക്കുന്നതിൽ നിന്നൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് യാതൊരു തരത്തിലും ശിർക്ക് ചെയ്യാത്ത മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും രേഖപ്പെടുത്തുമാറാവട്ടെ. അറിയാതെ സംഭവിച്ചു പോകുന്ന കുറ്റങ്ങൾ, തെറ്റുകൾ അല്ലാഹുനാഥൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.